ഹായ് നമസ്കാരം ഗൈസ്. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പേ നമ്മൾ 30 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ സന്തോഷമായിട്ട് എല്ലാവരുടെ അതിൻ്റെ റിയാക്ഷനും പരിപാടി എല്ലാ കാര്യങ്ങളൊക്കെ എടുത്തൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്ഥിരമായിട്ട് കാണുന്നവർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ എടാജിനെ എന്ന് പറഞ്ഞ പേജ് ഓണം വരെ ഭയങ്കര സ്മൂത്തായിട്ട് പോവുകയും ഓണത്തിന് ശേഷം എനിക്കൊരു പനി പിടിച്ച് പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി. പിന്നെ വീഡിയോസ് എടുക്കാനും പറ്റുന്നില്ല, നേരെ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റുന്നില്ല, എല്ലാം കൊണ്ട് നേരെ തലകുത്തനെയായി. അങ്ങനെ പനി അങ്ങനെ ഒരു സൈഡിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ ആവണത്. അപ്പം അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ കഴിഞ്ഞൊരു 3 ആഴ്ചയായിട്ട് അമ്മയെ കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഓട്ടവും പരിപാടികളൊക്കെ ആയതുകൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പം അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അമ്മയെ കുറച്ച് സിവിയറായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ ആശുപത്രിയിൽ പോയി. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് എല്ലാം എടുത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയപ്പോഴാണ് അമ്മയ്ക്ക് CTS എന്ന് പറയുന്ന ഒരു അസുഖം അമ്മയ്ക്ക് ഉള്ളതായിട്ട് അവിടെ ടെസ്റ്റിൽ കാണിക്കുന്നുണ്ട്. അതായത് കാർപ്പൽ ടണൽ സിൻഡ്രം. അത് ഈ വെയിനിൻ്റെയൊക്കെ, അതായത് ഞരമ്പുകളുടെയൊക്കെ പ്രവർത്തനത്തിനെ സംബന്ധിച്ചുള്ളതാണ്. അപ്പം കാര്യമായ എനിക്ക് അതിനെക്കുറിച്ച് അതിൽ പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ. അപ്പം അറിയാനുള്ള ഒരു കമന്റിലെല്ലാം കൊടുക്കും. കാർപ്പൽ ടണൽ സിൻഡ്രം ഇതാണ് അതിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പ്രശ്നങ്ങളായിട്ട് അമ്മ ഒരു സൈഡിൽ കൂടി പോയി. കഴിഞ്ഞ 3 ആഴ്ച അമ്മയ്ക്ക് വേണ്ടി ആശുപത്രിയിലും പരിപാടിയിലൊക്കെ ആയിരുന്നു. അപ്പം ഇന്ന് അതായത് 22-ാം തീയതി തിങ്കളാഴ്ച അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയാണ്. അപ്പം ഇന്ന് മുതൽ ഒരു 14 ദിവസത്തേക്ക് അമ്മ വീട്ടിലില്ല. അനിയത്തിയാണെങ്കിൽ അവൾ കുഞ്ഞമ്മയുടെ വീട്ടിലും പോവുകയാണ്. അപ്പം ഞാൻ മാത്രമായിരിക്കും വീട്ടിൽ. അപ്പം അമ്മ ഇല്ലാത്ത 14 ദിവസം ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് നിങ്ങൾ ഇനിയുള്ള തുടർച്ചയായിട്ടുള്ളൊരു 14 ദിവസം കാണിക്കാനാണ് എൻ്റെ ശ്രമം. അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ എടുക്കാൻ പോകുന്നതും വീഡിയോ കാണാൻ പോകുന്നത്. ഇതിനുള്ള 14 ദിവസം ഇതിൻ്റെ തുടരെയുള്ള വീഡിയോ ആയിരിക്കും. അപ്പം അമ്മ എന്തിനാണ് അഡ്മിറ്റ് ആവണത്, അമ്മയ്ക്കുള്ള അസുഖം എന്താണ് ഞാൻ പറയാം, എന്തിനാണ് അഡ്മിറ്റ് ആവണത് ഞാൻ വരും ദിവസങ്ങളിൽ പറയാം. അപ്പോൾ അതാണ് വീഡിയോ. അപ്പം എൻ്റെ പേര് അജിൻ അഥവാ. അപ്പോൾ ആശുപത്രിയിൽ അമ്മയെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ സാധനം, ഇവിടെ സാധനം, നിന്ന് ഗ്യാസ് വരുമെന്ന് പറഞ്ഞ ഗ്യാസ്. അപ്പോൾ എല്ലാം നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. നിനക്ക് എന്താണ് പറയാനുള്ളത്? സങ്കടമുണ്ട് അമ്മ ആശുപത്രിയിൽ പോയി നിൽക്കണേല്? അമ്മ ആശുപത്രിയിൽ പോയി നിൽക്കണേ സങ്കടം ഉണ്ടെങ്കിൽ അവള് പക്ഷെ നിൽക്കണ കുഞ്ഞമ്മേര അവിടെയാണ്. ആശുപത്രിയിൽ ഇന്ന് അഡ്മിറ്റ് ആവാൻ പോവുകയാണ്. ഈ നിമിഷം എന്താണ് തോന്നുന്നത്? എനിക്ക് സുഖം പ്രാപിച്ച് തിരിച്ചു വരണമെന്ന് തോന്നുന്നു. അമ്മ എന്തിനാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവണം, എന്ത് ചികിത്സയ്ക്കാണ് അഡ്മിറ്റ് ആവണമെന്ന് ഞാൻ വ്ളോഗിൽ പറഞ്ഞിട്ടില്ല. അതൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ പറയാമല്ലേ. അതെ. അപ്പോൾ എന്തായിരുന്നാലും നമുക്കിനിയിപ്പം ഇവിടെ നിന്ന് ബസ്സുണ്ട്. അപ്പം ബസ് പിടിക്കാൻ നമ്മൾ പോവുകയാണ്. അപ്പം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഞാൻ വരും ദിവസം കാണിച്ചു തരാം. പോകെ കാണിച്ചു തരാം. അപ്പം ഇങ്ങോട്ട് പോവാം ഗൈസ്. ഇവിടെ 9:30 ഒരു ത്രൂ ബസ്സുണ്ടെന്ന് പറഞ്ഞു കേട്ടെ. ഇവിടെ വന്നിരുന്ന് ഇപ്പം ബസ്സുണ്ടോ ഇല്ലേന്ന് അറിഞ്ഞൂടാ. അപ്പം ഐശ്വര്യ എന്ത് ചെയ്തു, ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചേ. ആ ഓട്ടോ നിർത്താതെ പോയി, ചമ്മി നാറി. അപ്പം ആ ക്ഷീണം തീർക്കാൻ വലിയ ആളാവാൻ വേണ്ടി അപ്പുറത്തുള്ള കടയിൽ പോയിട്ട് ബസ് പോയെന്ന് ചോദിക്കാൻ പോയി. ഒങ്കിള് 9:30 ബസ് പോയോ അങ്കിൾ ഉടനെ പറയണ ഞാൻ ഇപ്പം വന്നേ ഉള്ളൂ എന്ന്. നിങ്ങൾ ഊക്ക് വാങ്ങിച്ച് തളർന്ന് പേടിച്ച് ഒളിച്ചിരിക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ? ഒങ്കിള് 9:30 ബസ് പോയോ ഒങ്കിള്. അമ്മ മോട്ടിവേഷൻ കൊടുക്കണം. ഊക്കച്ചി എന്നാണ് ഇന്ന് മുതൽ ഐശ്വര്യ നമ്മളെല്ലാരും വിളിക്കണം. നിങ്ങളെല്ലാരും കമന്റ് ചെയ്യണേ, ഊക്കച്ചി ഐശ്വര്യ. ഊക്കച്ചി ഐശ്വര്യ കമന്റിലും. ഫാർമസിന്ന് അമ്മ ഡോക്ടറിനെ കണ്ട് കുറച്ച് മരുന്നൊക്കെ എഴുതി തന്നു. നമ്മൾ ഫാർമസിന്ന് അത് വാങ്ങിച്ച് അമ്മ ഐശ്വര്യ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ഒരു കാപ്പ് കുടിച്ചില്ല. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. അവരെന്തായിരുന്നാലും കഴിച്ചിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അമ്മയെ അവിടെ ബെഡിൽ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. ബെഡൊക്കെ നമുക്ക് കിട്ടി. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇനി അവിടത്തേക്ക് കുറച്ച് സാധനങ്ങൾ, അതായത് തലയാണ, ഉറ, അതുപോലെ പ്ലേറ്റ്, കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. കുഞ്ഞമ്മ അമൃത അവിടെ ഉണ്ട്. ഞാനും ഐശ്വര്യം കൂടി സാധനം വാങ്ങിക്കാൻ പോവുകയാണ്. പോയിട്ട് വരാം. സാധനം വാങ്ങിക്കാൻ നമ്മൾ ബിഗ് ബസാറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് മേടിക്കാം. നമ്മൾക്ക് ബിഗ് ബസാറിന് സാധനം കിട്ടില്ല. നമ്മളടുത്ത് രാമേന്ദ്രനോട്ട് പോവുകയാണ്. അങ്ങോട്ടേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ട് വരാം.
ഞാൻ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് വെള്ളം വരണ സൗണ്ട്. ഞാൻ പേടിച്ചു പോയി. പിന്നെ അതായത് ഞാൻ മൂത്രം ഒഴിച്ചെന്നൊരു വിചാരിച്ചു. നോക്കിയപ്പോൾ എന്തിനാ ആ സാധനത്ത് നിന്ന് വെള്ളം ഒലിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി എന്തൊക്കെ വാങ്ങിക്കാനുള്ളത്? ഹാൻഡ് കർച്ചീഫ്, ടങ് ക്ലീനർ, കണ്ണാടി. അപ്പോൾ ഇത് 3 വാങ്ങിക്കണം. അതും കൂടി വാങ്ങിച്ച് നമ്മൾ നേരെ അകത്തോട്ട് പോകും. നിങ്ങൾ ഇതുവരെയും കണ്ടില്ലല്ലോ അമ്മ ബെഡും പരിപാടിയൊക്കെ. അപ്പം അമ്മേരെ ബെഡും പരിപാടിയൊക്കെ അപ്പം ഞാൻ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ആശുപത്രി വാസം? ഭയങ്കര വേദന മക്കളെ. 2 ആഴ്ചത്തെ കേസ് കഴിയുമ്പം വേദനയൊക്കെ പോകാനാണ് നമ്മളിവിടെ കിടക്കുന്നത്. ഗൈസ്, അമ്മ ഇതാണിപ്പം നിങ്ങൾ കണ്ട അമ്മയുടെ അവസ്ഥ. അപ്പം അമ്മ ഇവിടെ ഇപ്പം കിടക്കുകയാണ്. 2 ആഴ്ച ഇനി ഇവിടെ കിടക്കണം. അപ്പം ഞാനും താഴ്ന്ന കാരണം ഓടി താഴ്ന്നു. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ പോകും. അപ്പോൾ ഇതിൻ്റെ തുടരെയുള്ള കാഴ്ചകളായിരിക്കും നിങ്ങൾ ഈ 14 ദിവസം കാണാൻ പോണത്. ഇതാണ് 1ാമത്തെ വ്ളോഗ്. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ വെച്ച് നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം.